ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷനാസ് സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട ബജി, തട്ടുകട സ്റ്റൈലിൽ കിട്ടുന്ന മുട്ട ബജി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട ബജി നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഒരു ചില്ലി ടൊമാറ്റോ സോസ് ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട ബജി ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ആവശ്യമുള്ളത് 6 മുട്ടയാണ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പീൽ ചെയ്യാനൊരു എളുപ്പ വഴി ഈയിടെ കണ്ടുപിടിച്ചത്, എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ മുട്ട ബോയിൽ ചെയ്തത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ബേസ് ഒന്ന് ക്രാക്ക് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ച് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പീല് തന്നെ ഇങ്ങനെ പോരും, നല്ല ഈസി ആയിട്ട് പീൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പം സ്ഥിരം കുറേ മുട്ടയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയാണ് പീൽ ചെയ്യാറ്. അപ്പോൾ 6 eggs ആണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് കടലപ്പൊടി ഒരു ബൗളിലേക്ക് ചേർക്കാം. പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഫ്രൈ ചെയ്യാനും. 1/2 കപ്പ് കടലപ്പൊടിയുടെ കൂടെ 1/4 കപ്പ് മൈദ, ഒരു 1-1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി വേണം. വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി കൂടി പോകരുത്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി അല്ലെങ്കിൽ ഒരു വലിയ നുള്ള് ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് അതൊരു ബാറ്റർ ആക്കണം. അപ്പോൾ വെള്ളം ഒരു കപ്പിൽ താഴെ മതി. ഇതുപോലെ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയും കൂടുതൽ ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് കാണാം ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെ ആയി വരുന്നു. നമ്മൾ മുട്ട കോട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കട്ടിയിൽ കോട്ട് ചെയ്ത് കിട്ടണം. ഒരുപാട് ലൂസായി പോയാൽ മുട്ട കോട്ട് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ നന്നായിട്ട് അടിച്ചത് സ്മൂത്താക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ട നല്ല കട്ടിയുണ്ട്, എന്നാൽ ഇതിങ്ങനെ റണ്ണിയാണ് കുറച്ച്. അപ്പോൾ നമ്മുടെ മുട്ട റെഡിയാണ്. ബോയിൽ ചെയ്ത് പീൽ ചെയ്ത് ഇതുപോലെ പകുതിയാക്കി സ്ലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബാറ്ററിയിൽ മുക്കാം. ഇതുപോലെയാണ് മുക്കിയെടുക്കുന്നത്. 2 സൈഡും നല്ലതായിട്ട് കൂട്ടിയത് കിട്ടാൻ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിൽ മുക്കിയെടുത്ത് ഇതുപോലെ കൂട്ടി, കണ്ടില്ല, നന്നായിട്ട് കവർ ചെയ്യണം. മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ ബാറ്റർ നന്നായിട്ട് കൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. പിന്നെ എണ്ണയിലേക്ക് ഇടാൻ സമയത്ത് ഇതുപോലെ ഇടണം. മുട്ടയുടെ ആ സ്ലൈസ് ചെയ്ത ഓപ്പൺ സൈഡിൽ ആ സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ താഴേക്കാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സാധാരണ കുറച്ച് കോട്ടിങ് അതിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്ത് നല്ല ആ ബാറ്റർ കുക്ക്ഡ് ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം നമുക്ക് കാണാം ബാറ്റർ ഫ്രൈ ചെയ്ത് പാകത്തിനായിട്ടുണ്ടോയെന്ന്. കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട. ബാറ്റർ ഒന്ന് നന്നായിട്ട് 2 സൈഡിലും ഗോൾഡൻ ആയി കഴിഞ്ഞ് നനവൊന്നുമില്ലാത്ത രീതിയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ബാറ്റർ ഒരുപാട് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ ഇതുപോലെ എഗ്ഗ് കോട്ട് ചെയ്ത് കിട്ടില്ല. എന്നാൽ കൂടുതൽ കട്ടിയാണെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടും നമുക്ക്. എണ്ണ നന്നായി കളഞ്ഞ് നമുക്ക് ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചില്ലി ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ചില്ലി ടൊമാറ്റോ സോസിന് വേണ്ടി ഒരു ചെറിയ ഇതുപോലത്തെ മിക്സി അല്ലെങ്കിൽ ചോപ്പർ, ഇതുപോലെ ഒരു സവാള, ചെറിയ സവാള, ഇതിൻ്റെ കൂടെ ഒരു വലിയ ടൊമാറ്റോ, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള റെഡ് ചില്ലി. ഇതുപോലത്തെ ലോങ് റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് എരിവൊന്നുമില്ല, എന്നാൽ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റെഡ് ചില്ലി യൂസ് ചെയ്യാൻ നോക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, അപ്പം നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. അതിൻ്റെ ഒപ്പം മല്ലിയില 2 ടേബിൾ സ്പൂണോളം, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കളറും കൂടി നന്നായി കിട്ടി. ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഉപ്പ് പാകത്തിന് അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ചില്ലി ടൊമാറ്റോ സോസ് കിട്ടും. ഇത് ഈ ബജി അല്ലെങ്കിൽ പലതരം ബജികളായിട്ട് സെർവ് ചെയ്യാൻ വളരെ നല്ലതാണ്. പണ്ട് ഞാൻ കാണിച്ചിരുന്ന ഒരു പൊട്ടറ്റോ എഗ് ബജി, ആ വീഡിയോയുടെ കൂടെ കാണിച്ച സോസ് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന മുട്ട ബജി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളാണ്, വളരെ കുറവ് സമയം എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.